ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗകര്യോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശ. ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന വിശുദ്ധ പൗലോസ് എഫെസ്യ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 1-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിപ്പീൻ എന്നാണ് അവിടെ പറയുന്നത്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഫെസ്യയിലുള്ള വിശ്വാസികളോട് പറയുകയാണ്, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്. കർത്താവിൻ്റെ വേലയിൽ ബദ്ധനായിരിക്കുന്ന അഥവാ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവനായിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് എഫെസ്യ വിശ്വാസികളോട് പറയുകയാണ്, കർത്തൃസേവ നിമിത്തം, ദൈവത്തിൻ്റെ വേല നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതുന്നത് ഇപ്രകാരമാണ്. അപ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന വിശുദ്ധ പൗലോസിന് ദൈവം നൽകിയതായ ശുശ്രൂഷയിൽ താൻ ബദ്ധനായിരിക്കുന്നതായ അല്ലെങ്കിൽ അതിലൂടെ തനിക്കുണ്ടാകുന്ന ഭാരം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എഫെസ്യയിലെ വിശ്വാസികളുമായിട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന പൗലോസ് ശ്രമിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്നു. ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്, ഞാൻ ബദ്ധനായിരിക്കുന്നത് ദൈവവേല നിമിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന പൗലോസ് ഇവിടെ ആരംഭിക്കുകയാണ്. എന്നിട്ട് ആ പൗലോസ് പറയുന്നത്, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്. അടുത്ത വാക്യത്തിൽ പറയുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം എഫെസ്യ വിശ്വാസികളോട് പറയുന്നു, നിങ്ങളെ വിളിച്ചിരിക്കുന്നതായ വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുക. ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്നതായ പൗലോസ് എഫെസ്യയിലുള്ളതായ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ എങ്ങനെ നടക്കണം? നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കണം എന്നുള്ളതായ പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുക. യു ഹാവ് ടു വോക്ക്. നിങ്ങൾ എന്തു ചെയ്യണം? പൂർണ്ണ വിനയത്തോടും പൂർണ്ണ സൗമ്യതയോടും പൂർണ്ണ ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ നടക്കണമെന്നാണ് പറഞ്ഞിരിക്കുക. നടക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത് ദിനം പ്രതി ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. വോക്കിംഗ് എന്ന് പറയുന്നതായ ആ ക്രിയ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ പ്രവൃത്തി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ ആണ്. നടക്കുക എന്നുള്ളതായ പ്രത്യേകത, വാക്കിംഗ് എന്ന് പറയുന്നതായ അത്. ഇവിടെ നോക്കണം, ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന പൗലോസ് എഫെസ്യയിലെ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങളുടെ വിളിക്ക് യോഗ്യമാം വണ്ണം നിങ്ങൾ എന്ത് ചെയ്യണം? നടക്കണമെന്നാണ്. ദാറ്റ് ഈസ് ദ ഡെയിലി പ്രോസസ്. You have to walk according to the scripture. You have to walk according to your calling. That is the daily process we can see here. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു ആത്മീകന്റെ ജീവിതത്തിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ
ദൈവം വിളിച്ച വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കണം, എല്ലായ്പ്പോഴും നടക്കണം, എന്നും നടക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്നതായ പൗലോസ് ഇവിടെ എഫെസ്യയിലെ വിശ്വാസികളോട് പറയുന്നത്. നമുക്കറിയാം, ദൈവത്തിൻ്റെ വിളിയെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ദൈവം നമ്മെ വിളിച്ചു എന്ന് അവകാശപ്പെടുന്നവരാണ് വിശ്വാസികൾ ഓരോരുത്തരും. ഇപ്പം ദൈവം വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും സഭയിൽ വരുന്ന വ്യക്തികൾ പറയും, എന്നെ ദൈവം വിളിച്ചിരിക്കുന്നു എന്ന്. ദൈവത്തിൻ്റെ വിളി ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ വിളിച്ചതാണോ? അങ്ങനെ ദൈവം തന്നെ വിളിച്ചു എന്ന് ഉറപ്പുള്ള വ്യക്തികൾ എന്തു ചെയ്യണം എന്നറിയാമോ? ദൈവം പറയുന്നത് പോലെ നമ്മൾ നടക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവത്തിൻ്റെ വിളിയെപ്പറ്റി നാം ദൈവവചനം പഠിക്കുമ്പോൾ ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഊന്നിപ്പറയുവാൻ ശ്രമിക്കുന്നത്, നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കണം. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളി, ആ വിളിക്കൊരു യോഗ്യതയുണ്ട്. ആ വിളിയുടെ യോഗ്യത അനുസരിച്ചു നടക്കുന്നവരായിരിക്കണം ദൈവമക്കളെന്നാണ് ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ തിരുവചനം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ വെറുതെ വിളിയുള്ളവളല്ല, നാം വെറുതെ വിളിച്ചവരല്ല. ഒരാൾ മറ്റുള്ള ആളെ വിളിക്കുന്നത് പോലെ വിളിച്ചതല്ല. നമ്മെ വിളിച്ചത് ദൈവമാണ്. ആ ദൈവത്തിൻ്റെ വിളിക്ക് ചില പ്രത്യേകതകളുണ്ട്. വിളിക്കുള്ളവർ ആ ദൈവ വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കണം എന്ന് പറഞ്ഞിട്ട് അടുത്തത് പറയുന്നത് 1-2 യോഗ്യതകളാണ്. എങ്ങനെ നമ്മൾ നടക്കണമെന്നാണ് പറയുന്നത്. അടുത്ത വാക്യത്തിൽ പറയുന്നു, പൂർണ്ണ വിനയത്തോടുകൂടെ നമ്മൾ വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കണം. പൂർണ്ണ സൗമ്യതയോടുകൂടെ നമ്മൾ നടക്കണം. അവിടെ പറയുന്നത് പൂർണ്ണ സൗമ്യത ദീർഘക്ഷമയോടും കൂടെ ആയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹൗ വി ഹാവ് ടു വോക്ക് അക്കോർഡിംഗ് ടു ദ കോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കണം? പൂർണ്ണ വിനയത്തോടുകൂടെ നടക്കണം, പൂർണ്ണ ദീർഘക്ഷമയോടുകൂടെ നാം നടക്കണം, പൂർണ്ണ സൗമ്യതയോടുകൂടെ നടക്കണം. അതാണ് ദൈവത്തിൻ്റെ കോളിങ്ങിന് അനുസരിച്ച് നടക്കുക എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മെ ദൈവം വിളിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം അതിന് തെളിവ് നൽകുന്നുണ്ട്. എല്ലാവരെയും ദൈവം വിളിച്ചതാ. ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കോളിംഗ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. രക്ഷയ്ക്കായിട്ട് ദൈവം വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ള ദൈവജനം എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അവർ പൂർണ്ണ വിനയമുള്ളവരായിരിക്കണം, അവർ പൂർണ്ണ സൗമ്യതയുള്ളവരായിരിക്കണം, അവർ പൂർണ്ണ ദീർഘക്ഷമയുള്ളവരായിരിക്കണം. ഈ വക കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങൾക്ക് പറയാം, ആ വ്യക്തി ദൈവത്താൽ വിളിക്കപ്പെട്ട വ്യക്തിയാണ്. ഇന്ന് പകൽക്കാലം പലർക്കും പലരെയും തിരിച്ചറിയുവാനായിട്ട് കഴിയാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നാം തിരുവചനത്തിലേക്ക് വരുന്നില്ല. ദൈവ വിളിയെപ്പറ്റി നാം മനസ്സിലാക്കുന്നില്ല. ദൈവവിളിയെപ്പറ്റി നാം മനസ്സിലാക്കിയാൽ തന്നെ എന്താണ് ദൈവവിളി, ദൈവം വിളിച്ച വ്യക്തിയെ എങ്ങനെ തിരിച്ചറിയാമെന്ന് തിരുവചന പ്രകാരം നാം മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥ കോളിംഗ് ഉള്ളതായ വ്യക്തിയെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് പൂർണ്ണ സൗമ്യതയുള്ളവൻ, പൂർണ്ണ ദീർഘക്ഷമയുള്ളവൻ. പ്രൈസലോ, പൂർണ്ണ സൗമ്യത, പൂർണ്ണ ദീർഘക്ഷമയുള്ളവർ എന്ത് ചെയ്യണം എന്നറിയാമോ? പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും, പ്രൈസലോ, ഹല്ലേലൂയ, നിങ്ങൾ എന്ത് ചെയ്യണം? വിനയത്തോടും കൂടെ നടക്കണം. അപ്പോൾ ദൈവിക വിളിയുള്ളവന്റെ പ്രത്യേകത ഒന്ന്, അവനിൽ ദീർഘക്ഷമയുള്ളവനാണ്. രണ്ടാമത്തെ ഒരു പ്രത്യേകതയായിട്ട് ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? അവൻ സൗമ്യതയുള്ളവനാണ്. അടുത്ത പ്രത്യേകത എന്താ പറയുന്നത്? പൂർണ്ണ വിനയമുള്ളവനാണ്.
അപ്പൊ ഈ വക കാര്യങ്ങളുള്ള വ്യക്തിയായ നമുക്ക് എന്ത് പറയാം? അവൻ ദൈവവിളിയുള്ളവനാണെന്ന് പറയാം. അപ്പൊ നാം എല്ലാവരും ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തിന്റെ ദൈവിക രക്ഷയിക പദ്ധതിയിലേക്ക് വിളിക്കപ്പെട്ട ദൈവജനമാണ് നാം ഓരോരുത്തരും. റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ ആ ദൈവിക വിളിയുടെ ഫലവത്തത നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നു. റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവരിൽ യേശു ക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു എന്നാണ് അവിടെ ലേഖകൻ പറയുന്നത്. യേശു ക്രിസ്തുവിനായി വിളിക്കപ്പെട്ടിരിക്കുന്നവർ ഉൾപ്പെട്ടിരിക്കുന്ന വിളി. ദാറ്റ് മീൻസ് ദ എഫക്ച്വൽ കോളിംഗ്. ദൈവത്തിന്റെ ഫലവത്തായ വിളിയെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ഒരിക്കൽ കൂടെ ആ വചനമൊന്ന് മലയാളത്തിൽ വായിച്ചാട്ടെ. അവരിൽ യേശു ക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പോസ്തലനായിരിക്കുന്ന വിശുദ്ധ പൗലോസ് എഫെസ്യയിലെ വിശ്വാസികളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കണമെന്ന് പറഞ്ഞു. അതേ അപ്പോസ്തലൻ റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ? അവരിൽ യേശു ക്രിസ്തുവിനായിട്ട് വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ദ എഫക്ച്വൽ കോളിംഗ് വി ക്യാൻ സീ ഇൻ ദ സ്ക്രിപ്ചർ പോർഷൻ. ദൈവം ഒരു കോമൺ വിളി, ഞാൻ പറഞ്ഞില്ലേ, സാൽവേഷൻ, രക്ഷ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട ദൈവജനത്തെ മുഴുവൻ ദൈവം വിളിച്ചിരിക്കുകയാണ്. അതേ ദൈവം തന്നെയാണ് ഇവിടെ പറയുന്നത്, അതിൽ നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഒരു വിളിയുള്ളവന്റെ യോഗ്യതയിൽ നടക്കണം. ഈ വിളി എന്ന് പറയുന്നത്, ഇതിനെപ്പറ്റി വിശുദ്ധ ബൈബിൾ പറയുന്ന ഒരു കാര്യമുണ്ട്. റോമാലേഖനം 11-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം. റോമാലേഖനം 11-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം. അവിടെ ഈ വിളിയെ പറ്റി പറയുന്നുണ്ട്. ദൈവം തന്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുതപിക്കുന്നില്ല എന്നാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. For the gift and the calling of God are irrevocable. Irrevocable എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വിളിക്ക് മാറ്റമില്ലെന്നാണ്. ദൈവത്തിന്റെ വിളിയുടെ പ്രത്യേകത, ദൈവ വിളിക്ക് മാറ്റമില്ല. മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവം തന്റെ വിളിയെയും കൃപാവരങ്ങളെ കുറിച്ചും എന്ത് ചെയ്യുന്നില്ല? അനുതപിക്കുന്നില്ല. God. You know why? Because his calling are irrevocable. ദൈവത്തിന്റെ വിളി മാറ്റമില്ലാത്ത വിളിയാണ്. എന്താണ് ദൈവത്തിന്റെ വിളി മാറ്റമില്ലാത്ത വിളി എന്ന് പറയുന്നത്? എന്താണ് അതേ അപ്പോസ്തലൻ പറയുന്നത്? ദൈവ വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണമെന്ന് പറയുന്നത്. ഇതിന്റെ കാരണം നാം മനസ്സിലാക്കണമെങ്കിൽ നമ്മെ വിളിച്ചവൻ ആരെന്നോ തിരിച്ചറിയണം. അതാണ് ആ വിളിയുടെ പ്രത്യേകത. നമ്മെ വിളിച്ച വിളി ആര്, നമ്മെ വിളിച്ചവൻ ആര് എന്ന് നാം മനസ്സിലാക്കണം. അതാണ് വിളിയുടെ പ്രാധാന്യത നാം മനസ്സിലാക്കണം. വിളിയുടെ പ്രാധാന്യത ഞാനും നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ എന്നെയും നിങ്ങളെയും വിളിച്ച ദൈവത്തിന്റെ യോഗ്യത നാം മനസ്സിലാക്കണം. സർവാധികാരിയായിരിക്കുന്ന ദൈവമാണ് എന്നെയും നിങ്ങളെയും വിളിച്ചത്. ആ സർവാധികാരിയായിരിക്കുന്ന ദൈവം നമ്മെ വിളിച്ചത് എങ്ങനെയാണെന്നറിയാമോ? അവൻ ഒരു കണ്ടീഷനും വെക്കാതാണ് ദൈവം തന്റെ ജനത്തെ വിളിച്ചത്. ഒരു കണ്ടീഷനും ദൈവം വെച്ചില്ല. ഞാൻ നിന്നെ വിളിക്കുന്നു, നീ ഇന്നത് ചെയ്യണമെന്നൊരു കണ്ടീഷൻ ദൈവം വെച്ചിട്ടില്ല. ഞാൻ നിന്നെ വിളിച്ചത് കൊണ്ട് നീ ഇന്നതെനിക്ക് വേണ്ടി ചെയ്യണമെന്നൊരു കണ്ടീഷനെ ദൈവം വെക്കുന്നില്ല. അതാണ് സോവർജിൻ ഗോഡ്. പരമാധികാരിയായിരിക്കുന്ന ദൈവം
നമ്മെ എന്ത് ചെയ്യുന്നു? അൺകണ്ടീഷണലായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഒരു കണ്ടീഷനും വെച്ചിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ സഭകളിലൊക്കെ മിക്കവാറും വിവാഹത്തോടടുക്കുമ്പോൾ പാസ്റ്റർമാര് ചെറുക്കനും പെണ്ണും ചെറുക്കനോ പെണ്ണോ ആരെങ്കിലും ഒരാൾ സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ അവരൊരു കണ്ടീഷൻ വെക്കും. എന്താണെന്നറിയാമോ? ഞങ്ങളുടെ സഭയിൽ വെച്ച് വിവാഹം നടത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്നാനപ്പെട്ട് നമ്മുടെ സഭയോട് ചേരണമെന്ന്. അങ്ങനെ ചെറുക്കനെയും പെണ്ണിനെയും സ്നാനപ്പെടുത്തി സഭയോട് ചേർത്തിട്ട് അവരുടെ ഒരു കണ്ടീഷനാണ് സ്നാനപ്പെടണം. സ്നാനപ്പെട്ട് സഭയോട് ചേർത്തെങ്കിൽ മാത്രമേ, അതിപ്പോൾ മാമോദീസ മുക്കുന്ന സഭയാണെങ്കിലും വേറൊരിടത്തു നിന്ന് വന്നു കഴിഞ്ഞാൽ അവരെ മാമോദീസ മുക്കി സഭയോട് ചേർത്തിട്ട് ആ സഭയിൽ വെച്ച് വിവാഹം നടത്തുന്നു. എന്നാൽ പ്രിയമുള്ള ദൈവജനമേ, ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ദൈവം നിന്നെ വിളിച്ചപ്പോൾ ഇതുപോലെ ഒരു കണ്ടീഷനും വെച്ചിട്ടില്ല. ദൈവം കണ്ടീഷൻ വെച്ചോ? ഞാൻ നിന്നെ വിളിച്ചിരിക്കുക, അതുകൊണ്ട് നീ ഇന്ന സഭയിൽ ചേരണമെന്ന് ദൈവം കണ്ടീഷൻ വെച്ചോ? ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ സഭയ്ക്ക് ഇത്ര രൂപ ദശാംശം കൊടുക്കണമെന്ന് ദൈവം കണ്ടീഷൻ വെച്ചോ? ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇന്ന കാര്യങ്ങൾ നീ എനിക്ക് വേണ്ടി ചെയ്യണമെന്ന് ദൈവം ഒരു കണ്ടീഷനും മനുഷ്യനോട് വെക്കാതെ ദൈവം തൻ്റെ വിളി മനുഷ്യനെ വിളിച്ചു. അതാണ് ഗോഡ്സ് കോളിംഗ് എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വിളി അതാണ്. പ്രിയമുള്ള ദൈവം ജനമേ, പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരു കണ്ടീഷനും വെക്കാതെ, സോവർജിൻ ഗോഡ് ഹോൾഡ് us unconditionally. അവൻ ഒരു വ്യവസ്ഥകളും വെക്കാതെയാണ് തൻ്റെ ജനത്തെ അവൻ വിളിച്ചത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അവൻ്റെ കോളിങ്ങിന് അനുസരിച്ച് അവൻ്റെ വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കണം. അത് തന്നെയാണോ സോവർജിൻ ഗോഡ്? പരമാധികാരിയായിരിക്കുന്ന ദൈവമാണ് വിളിച്ചത്. അടുത്തത് എന്താ പറയുന്നത്? അൺകണ്ടീഷണൽ ആയിട്ടാണ് അവൻ വിളിച്ചിരിക്കുന്നത്. അടുത്ത ദൈവത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അൺചേഞ്ചബിൾ ഗോഡ്, മാറ്റമില്ലാത്ത ദൈവമാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. പലർക്കും ദൈവവിളിയുണ്ടെന്ന് അവകാശപ്പെടുന്നവർക്ക് പലപ്പോഴും തങ്ങളുടെ വിളിക്കുള്ള യോഗ്യത, നമ്മളെ വിളിയുടെ യോഗ്യത എന്താണെന്നറിയത്തില്ല. കാരണം എന്താണെന്നറിയാമോ? അവർക്ക് പലപ്പോഴും തങ്ങളെ വിളിച്ചവന്റെ യോഗ്യത അറിയാത്തില്ല. നമ്മെ വിളിച്ചത് ഒരു സോവർജിൻ ഗോഡാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മെ വിളിച്ചത് ദൈവം അൺകണ്ടീഷണൽ ആണ്. നമ്മെ വിളിച്ച ദൈവം അൺചേഞ്ചബിൾ ഗോഡാണ്, മാറ്റമില്ലാത്ത ദൈവമാണ്. അതാണ് എബ്രായ ലേഖനക്കാരൻ പറയുന്നത്, നമ്മുടെ ദൈവം ഇന്നും എന്നേക്കും അനന്യനായിരിക്കുന്ന ദൈവം, അൺചേഞ്ചബിൾ ഗോഡ്. അപ്പം നോക്കിക്കാണ്, ദൈവത്തിൻ്റെ യോഗ്യത എപ്പോൾ ഒരു വ്യക്തി തിരിച്ചറിയുന്നുവോ അപ്പോൾ ആ വ്യക്തി തന്നിലുള്ള ദൈവവിളിയുടെ യോഗ്യതയും തിരിച്ചറിയും. എത്ര പേർക്ക് മനസ്സിലായി? കുഞ്ഞുങ്ങൾക്കൊക്കെ മനസ്സിലായോ? ദൈവം നമ്മെ വിളിച്ചു എന്ന് നിങ്ങൾ അവകാശപ്പെടുമ്പോൾ ആ ദൈവിക വിളിയുടെ യോഗ്യത നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങളെ ആര് വിളിച്ചു? ദൈവം വിളിച്ചു. ആ ദൈവത്തിന്റെ യോഗ്യത നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കേ. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച വിളിയുടെ യോഗ്യതയും നിങ്ങൾക്ക് മനസ്സിലാകും. അതാണ് റോമാലേഖനം 11:29 പറഞ്ഞത്. ദൈവം തൻ്റെ വിളിയെയും തൻ്റെ കൃപാവരങ്ങളെ കുറിച്ചും അനുതപിക്കുന്ന ദൈവമല്ല. എഫെസ്യ ലേഖനം 1:18 അവിടെ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ദൈവത്തിൻ്റെ കോളിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. എന്താ അവിടെ പറയുന്നത്? അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നറിയേണ്ടതിന്, ഹോപ്പ് ഓഫ് ഹിസ് കോളിംഗ്. ദൈവത്തിൻ്റെ വിളിയിൽ ഒരു ആശയുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്, നമുക്കൊരു ഹല്ലേലൂയ ലക്ഷ്യമുണ്ട്, ഒരു ഗോളുണ്ട്, ഒരു ഹോപ്പുണ്ട്. അതാണ് ദൈവത്തിൻ്റെ വിളിയുടെ പ്രത്യേകത. ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, ക്രിസ്തീയ ജീവിതത്തിൽ വന്നിട്ടും ഒരു പ്രത്യാശയും ജീവിതത്തിലില്ലാതെ ജീവിക്കുന്നവർ, ജീവിതത്തിൽ മുഴുവൻ നെഗറ്റീവ് തോട്ട്സും കൊണ്ട് ജീവിക്കുന്നവർ, ജീവിതത്തിലെല്ലാം നിരാശയോട് ജീവിക്കുന്നവർ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങൾ നിരാശയിലാണ് സഭയിൽ കടന്നു പോകുന്നത്, നിങ്ങൾ ഒരു പ്രത്യാശയില്ലാത്ത ക്രിസ്തീയ ജീവിതമാണ് നയിക്കുന്നത് എങ്കിൽ ഞാൻ പറയാം, യു ആർ നോട്ട് കോൾഡ് ബൈ ഗോഡ്. നിങ്ങൾ ദൈവത്താൽ വിളിക്കപ്പെട്ട വ്യക്തിയല്ല.
കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നറിയണം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവസഭയെ, നിരാശ നിന്നിൽ കടന്നു വരുമ്പോൾ, പ്രതികൂലം നിന്നിൽ കടന്നു വരുമ്പോൾ, അയ്യോ ഈ കറുത്ത പുസ്തകം എടുത്തത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പിന്മാറിപ്പോകുവാനല്ല. അതിൻ്റെ അർത്ഥം നീ ഒന്ന് മനസ്സിലാക്കണം, ആ ദൈവിക കോളിംഗ് നിന്നിലുണ്ടോ എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനക്കാരൻ 23-ാം സങ്കീർത്തനത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്, ഞാൻ എപ്പോഴും ചിന്തിക്കും, കൂരിരുളിന്റെ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും. കൂരിരുളിന്റെ താഴ്വര എന്ന് പറയുന്നത് മരണത്തെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ ഞാൻ മരണനീളയിൻ താഴ്വരയിൽ കൂടെ, തമിഴിൽ അത് പറഞ്ഞിരിക്കുന്നത് മരണത്തിൻ പള്ളത്താക്ക്, മരണത്തിന്റെ നിഴലിലൂടെ നടക്കേണ്ടി വന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം അടുത്ത വാക്യത്തിൽ പറയുന്നു, നീ എന്നോട് കൂടെ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതാ ദൈവവിളിയുള്ളവന്റെ പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്. ദൈവവിളിയുള്ളവന്റെ പ്രത്യേകത അതാ. മരണത്തിന്റെ കരാള ഹസ്തങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും, മരണം അവനെ ബാധിക്കുമ്പോഴും അവൻ പറയും, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല. ഇവിടെ ഇതാ സോവർജിൻ ഗോഡ് വിളിക്കുകയാണ്. സർവപരമാധികാരിയായ ദൈവം വിളിക്കുന്നു. അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നറിയുവാൻ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വിളിയുടെ ആശ അറിയണമോ, അവൻ്റെ വിളിക്ക് യോഗ്യമാം വണ്ണം എന്ത് ചെയ്യണം? നടക്കണം. പ്രൈസ് ദി ലോർഡ്. അടുത്തത് ദൈവത്തിൻ്റെ വിളിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവം വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇരിക്കാതെ നാം എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വിളിയെ ഒന്ന് നോക്കുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും മനസ്സിലാക്കണം. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ കോളിംഗ്. 26-ാമത്തെ വാക്യത്തിൽ അവൻ പറഞ്ഞു തുടങ്ങുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരേറെയില്ല. ദൈവം എന്ത് ചെയ്തു? ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ബലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതിനെ തെരഞ്ഞെടുത്ത ദൈവം. നോക്കൂ, നമ്മുടെ കോളിങ്ങിനെ പറ്റി അവിടെ ദൈവം പറയുന്നത്. നമുക്കറിയാം, ഈ ലോകത്തിന്റെ അഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, കുലീനന്മാരേറെയില്ല, പ്രഭുക്കന്മാരേറെയില്ല. ഇവിടെ പറയുന്നു, ദൈവം ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ബലഹീനമായതിനെ ദൈവം എന്തു തിരഞ്ഞെടുത്തു. അതാണ് കോളിംഗ്, കോൾ ഓഫ് ഗോഡ്. ഞാൻ നിങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കാട്ടെ. നമ്മളെക്കാട്ടിൽ എത്ര പ്രബുദ്ധന്മാരുണ്ടായിരുന്നു, നമ്മളെക്കാട്ടിൽ എത്ര ജ്ഞാനികൾ ഉണ്ടായിരുന്നു, നമ്മളെക്കാട്ടിൽ എത്ര കഴിവുള്ളവരുണ്ടായിരുന്നു. എന്നിട്ടും എന്തേ ദൈവം എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തു? ദാറ്റ് ഈസ് ദ കോൾ ഓഫ് ഗോഡ്. അതാണ് ദൈവത്തിന്റെ വിളി എന്ന് പറയുന്നത്. ഇവിടെ ദൈവത്തിന്റെ തിരുവചനത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നു, നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാം വണ്ണം നടപ്പി എന്ന് പറയുന്നതിലൂടെ ദൈവദാസൻ ഉദ്ദേശിക്കുന്നത് നാം നമ്മുടെ കോളിങ്ങിനെ തിരിച്ചറിയണം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഒന്ന് വായിച്ചാട്ടെ. ഫിലിപ്പിയ ലേഖനം 3:14 ഇപ്രകാരം അവിടെ പറയുന്നു, പരമവിളിയുടെ, മലയാളത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്, പരമവിളി, അപ്വാർഡ് കോളിംഗ് എന്ന, ശരിക്കും പറഞ്ഞാൽ മുകളിലേക്കുള്ള വിളി. പ്രൈസ് ദി ലോർഡ്. അവിടെ പരമവിളി എന്നാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. 3:14. അവിടെ പറയുന്നു, എങ്ങനെയാണ്? ഒന്ന് ഞാൻ ചെയ്യുകയാണ്. ഐ ആം ഡൂയിങ് വൺ തിങ്. ഞാൻ എൻ്റെ പുറകിലുള്ളതിനെ മറന്ന് മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളി. അവിടെ ഒരു പദം കണ്ട്, ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളി. The God's calling. Praise the Lord.
സർവശക്തനായിരിക്കുന്ന ദൈവം വിളിച്ചപ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുകയാണ്, ഒന്ന് ഞാൻ ചെയ്യുന്നു, എൻ്റെ പിൻപിലുള്ളതിനെ ഞാൻ മറക്കുകയാ, മുമ്പിലോട്ടായുകയാ. ക്രിസ്തുവേശുവിൽ ദൈവത്തിലുള്ള പരമവിളി, ദൈവത്താലുള്ള പരമവിളി. ദാറ്റ് ഈസ് ദ കോൾ ഓഫ് ഗോഡ്. നമുക്ക് കോൾ ലഭിച്ചത് എങ്ങനെയാണെന്ന് അവിടെ വ്യക്തമാകുന്നുണ്ട്. എങ്ങനെയാ അവിടെ എന്താ പറയുന്നത്? ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളി എന്ന് പറഞ്ഞ ക്രിസ്തു. നാം പ്രാപിച്ചതെല്ലാം ക്രിസ്തുവിലാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, പുതിയ നിയമ വിശ്വാസികളെ ഞാനൊരു പറയട്ടെ. നാം പ്രാപിച്ചത് രക്ഷ ക്രിസ്തുവിൽ കൂടെയാ. നാം പ്രാപിച്ച കോളിങ്, നമ്മുടെ വിളി, അത് ക്രിസ്തുവിൽ കൂടെയാ. നാം ഈ ലോകത്തിൽ പ്രാപിച്ചതും ആത്മീക ഭൗതികമായ സകലതും നാം നേടിയെടുത്തത് എങ്ങനെയാണെന്നറിയാമോ? അത് ക്രിസ്തുവിൽ കൂടെയാ. അതുകൊണ്ട് ഇവിടെ ദൈവത്തിന്റെ തിരുവചനം പറയുകയാണ്, ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളി. ദ ഗോഡ് കോൾ, ദ അപ്പോർഡ് കോൾ. ദൈവം നമുക്ക് നൽകിയതായ പരമവിളിയം അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഇനി 2 തെസ്സലോനിക്കയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ അവിടെ ഈ പ്രൈസലോ വിളിയെ പറ്റി പറയുന്നു. ദൈവം നമ്മെ, അവിടെ വാക്യം വായിക്കുമ്പോൾ, ദൈവം നമ്മെ വിളിക്ക് യോഗ്യന്മാരായിട്ടെണ്ണി. ഹലോ, നമ്മൾ അയോഗ്യരായിരുന്നു, നാം ഡിസ്ക്വാളിഫൈഡ് ആയിരുന്നു, നാം അൺവർത്തി ആയിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദൈവം എന്ത് ചെയ്തു? God counted us as worthy of his calling. അവൻ്റെ വിളിക്കായി നമ്മെ എന്ത് ചെയ്തു? അവൻ യോഗ്യന്മാരായിട്ടെണ്ണി. അതാണ് 2 തെസ്സലോനിക്കയുടെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. കാരണം നമ്മൾ യോഗ്യന്മാരല്ല, പിന്നെയോ ദൈവം നമ്മെ യോഗ്യതയുള്ളവനായിട്ടെണ്ണി. അതാണ് ദൈവത്തിൻ്റെ കോളിംഗ്. ഞാനും നിങ്ങളും പ്രൈസലോ ഈ ദൈവവിളിയിലേക്ക് കടന്നു വരേണ്ടവരല്ല, ഈ ദൈവത്തിൻ്റെ വിളിക്ക് യോഗ്യരല്ല. ഒരു കാലത്ത് നമ്മൾ അന്യരും പരദേശികളുമായിരുന്നു. എന്നാൽ ഇതാ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, അവൻ നമ്മെ യോഗ്യതയുള്ളവരായിട്ടെണ്ണി. God counted us worthy of his calling. ദൈവത്തിൻ്റെ വിളിക്ക് യോഗ്യന്മാരായിട്ട് എന്ത് ചെയ്തു? നമ്മെ എണ്ണി എന്ന് അവിടെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. 2 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഹോളി കോളിംഗ് എന്ന് പറയുന്നു, വിശുദ്ധ വിളി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം നമ്മെ വിളിച്ച വിളി അത് വിശുദ്ധ വിളിയാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ എബ്രായ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഈ വിളിയെ ഹെവൻലി കോളിംഗ്, സ്വർഗീയ വിളി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, അപ്പോസ്തലനായിരിക്കുന്ന വിശുദ്ധ പൗലോസ് ഇവിടെ പറയുകയാണ്, നിങ്ങൾ വിളിച്ച വിളിക്ക് യോഗ്യന്മാരായിട്ട് നാം നടക്കണം. അങ്ങനെ നമ്മെ വിളിച്ച വിളിക്ക് യോഗ്യന്മാരായിട്ട് നടക്കണമെങ്കിൽ ഒന്ന്, നമ്മെ വിളിച്ചത് ആരെന്ന് നാം മനസ്സിലാക്കണം. നമ്മെ വിളിച്ചത് ഒരു പരമാധികാരിയായ ദൈവമാണ്. അവൻ നമ്മെ വിളിച്ചത് അൺകണ്ടീഷണൽ ആയിട്ടാണ്. അത് മാത്രമല്ല, he is an unchangeable God, immutable God. മാറ്റമില്ലാത്ത ദൈവമാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളുടെ വിളിക്കൊരു യോഗ്യതയുണ്ട്. നിങ്ങളുടെ വിളിക്കൊരു യോഗ്യതയുണ്ട്. ആ വിളിക്ക് അനുസൃതമായി യോഗ്യതയുള്ള മക്കളായിട്ട് ഞാനും നിങ്ങളും നടക്കുക എന്നുള്ള ഡെയിലി പ്രോസസ്സാണ് പറയുന്നത്. എന്നിട്ട് അവിടെ പറയുന്നത് എങ്ങനെ നടക്കണമെന്ന് പറയുന്നു, പൂർണ്ണ വിനയത്തോടുകൂടെ. ദൈവജനത്തിനുണ്ടാകേണ്ടത്, ദൈവദാസന്മാർക്കുണ്ടാകേണ്ടത് ഒരു പൂർണ്ണ വിനയമാണ്. അടുത്തതായിട്ട് പറയുന്നത് പൂർണ്ണ സൗമ്യതയോടുകൂടെ ആയിരിക്കണം, മീക്ക്നെസ്. അടുത്തത് പറയുന്നത് പൂർണ്ണ ദീർഘക്ഷമയോടുകൂടെ ആയിരിക്കണം ദൈവദാസന്മാരും ദൈവമക്കളും നടക്കേണ്ടത്. നിങ്ങൾ ആ പദം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. അവിടെ അപ്പോസ്തലൻ പറയുന്നത് മലയാളത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്, പൂർണ്ണ വിനയം. പകുതി വിനയം എന്നല്ല അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്.
പകുതി സൗമ്യത എന്നല്ല അവിടെ വച്ചിരിക്കുന്നത്, പകുതി ദീർഘക്ഷമ എന്നല്ല അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? പൂർണ്ണ വിനയത്തോട്, പൂർണ്ണ സൗമ്യതയോട്, പൂർണ്ണ ദീർഘക്ഷമയോടുകൂടെ ദൈവവിളിയിൽ നിൽക്കുന്നവരായിരിക്കണം, നടക്കുന്നവരായിരിക്കണം. ഇവിടെ അതാണ് പൗലോസ് പറയുന്നത്, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കണം. എന്താണ് പറയുന്നത്? I therefore the prisoner of the Lord beseech you to walk worthy of the calling with which you were called. So we have to walk according to the word of God. We have to walk according to the qualification of our calling. We have to walk according to the word of God. Praise the Lord. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവവചനത്തിന് യോഗ്യമാം വണ്ണം നടക്കണം, ദൈവിക വിളിക്ക് യോഗ്യം വണ്ണമായി നടക്കണം. പൂർണ്ണ ദീർഘക്ഷമയോടുകൂടെ, പൂർണ്ണ വിനയത്തോടുകൂടെ, പൂർണ്ണ സൗമ്യതയോടുകൂടെ ഞാനും നിങ്ങളും നടക്കണം. ഇന്ന് പകൽക്കാലം എത്ര പേർ അതിന് റെഡിയാണ്? പ്രൈസ്. ഞാൻ ഈ കൊച്ചു കൂട്ടായ്മയിൽ ചോദിക്കട്ടെ, ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിട്ടുണ്ട്. ആ വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആ വിളിക്ക് യോഗ്യമാം വണ്ണം നിങ്ങൾക്ക് ഇതുവരെയും നടക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളെ വിളിച്ച ദൈവത്തിൻ്റെ യോഗ്യത അറിയത്തില്ലായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളെ വിളിച്ചവന്റെ യോഗ്യത നിങ്ങൾക്കറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വിളിയുടെ യോഗ്യത അറിയാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വിളിച്ച വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കുവാൻ പറ്റാഞ്ഞത്. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. നമ്മളോടിപ്പോൾ പ്രൈസലോ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, പ്രൈം മിനിസ്റ്ററോ പ്രധാനമന്ത്രിയോ മറ്റിതര മിനിസ്റ്റേഴ്സ് ആരെങ്കിലും അവരുടെ ഒരു അത്താഴ വിരുന്നിൽ നമ്മെ പങ്കെടുക്കുവാൻ വിളിച്ചാൽ അയലോക്കക്കാരൻ വിളിക്കുന്നത് പോലെയാണോ നമ്മൾ അതിനു വേണ്ടി റെഡിയാകുന്നത്? പ്രൈസലോ അല്ല. അയലോക്കക്കാരൻ വിളിക്കുന്നത്, അവൻ്റെ കല്യാണത്തിന് വിളിക്കുന്നത് പോലെയല്ല പ്രൈം മിനിസ്റ്റർ തൻ്റെ അത്താഴ വിരുന്നിൽ നമ്മെ വിളിക്കുമ്പോൾ നാം പോകുന്നത്. കാരണം എന്താണെന്നറിയാമോ? നമുക്കറിയാം അയലോക്കത്ത് കിടക്കുന്നവൻ്റെ യോഗ്യതയും നമുക്കറിയാം, പ്രൈം മിനിസ്റ്ററുടെ യോഗ്യതയും നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ഏറ്റവും വെൽ ഡ്രസ്ഡ് ആയിട്ട് പ്രൈസ് ഒരു ഉപേക്ഷയും വിചാരിക്കാതെ നാം ഇവിടുന്ന് ഡൽഹിക്ക് ഫ്ലൈ ചെയ്യും. കാരണം എന്ത് ചെയ്യും? നമുക്കൊരു വലിയ ഇമേജാണ്, നമുക്കതൊരു വലിയ ക്രെഡിറ്റാണ്. പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സിൽ ആരെങ്കിലും ഒരാളുടെ അത്താഴ വിരുന്നിൽ പങ്കെടുക്കുക എന്നുള്ളത് നാം അതിന് യോഗ്യമാം വണ്ണമായിരിക്കും ചെല്ലുന്നത്. നാം ഈ നാട്ടിൽ കൂടെ നടക്കുന്ന ആ രൂപത്തിലായിരിക്കത്തില്ല. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, മാനുഷികമായ പദവിയിലിരിക്കുന്ന, ഈ ലോകത്തിൻ്റെ പദവിയിലിരിക്കുന്ന ഒരാൾ നിന്നെ വിളിക്കുമ്പോൾ അതിന് യോഗ്യമാം വണ്ണം ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയോ ഉപരിയായിട്ട് ദൈവ വിളിക്ക് യോഗ്യമായി ദൈവത്തിൻ്റെ വിളിക്കനുസരിച്ച് ഞാൻ നിങ്ങൾ നടക്കണം. ഇന്ന് പകൽക്കാലം അതിനു വേണ്ടി എത്ര പേര് തയ്യാറാണ്? ആർ യു റെഡി? പ്രൈസ് ദി ലോർഡ്. walk according to the calling of God. ദൈവ വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ദൈവത്തിൻ്റെ വിളി എന്ന് പറയുന്നത് നാം കണ്ടു, അതിൻ്റെ പ്രത്യേകതകൾ നാം കണ്ടു, വിളിച്ചവൻ്റെ പ്രത്യേകതകൾ നാം കണ്ടു. ഇനിയും എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് വിളിക്ക് യോഗ്യരായിട്ട് നടക്കണമെന്ന പൂർണ്ണ വിനയത്തോട്, പൂർണ്ണ സൗമ്യതയോട്, പൂർണ്ണ ദീർഘക്ഷമയോടുകൂടെ ദൈവത്തിൻ്റെ കോളിങ്ങിനനുസരിച്ച് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.